ഹലോ മിസ് കാർത്തിക, മിസ്സസ് ആവാൻ റെഡി ആയിക്കോട്ടോ. നിന്റെ അച്ഛൻ എന്റെ മേത്ത് നല്ല ഇംപ്രഷൻ വീണിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിരിക്കുക. ആണോ? നാളെ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, നാളെ തന്നെ വാ. ബ്രോ എങ്ങോട്ടാ പോകുന്നേ? ബിരിയാണി കഴിക്കുന്നോ? ആ, എവിടെ? ബിരിയാണി കഴിക്കാൻ വേണ്ടി നിന്റെ മാമയുടെ വീട്ടിൽ പോണോ? ആ കാണ്ടാമൃഗം നമ്മളെ മിക്കവാറും കൊല്ലും. എടാ, എന്റെ അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമായടാ. അതുകൊണ്ടല്ലേ എന്നെ ലഞ്ചിന് വിളിച്ചത്. അതൊക്കെ പോട്ടെ, നിനക്ക് അമ്മാവന്റെ വീട് അറിയോ? ഈ വീട് അടിപൊളിയായിട്ടുണ്ടല്ലോ. വീടറിയോന്ന് ചോദിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോടാ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? നീ എന്നെ സംശയിക്കാണോ? ജോലി എടുക്കാതെ സംസാരിക്കുന്നു. അങ്കിളിനോട് കംപ്ലൈന്റ് ചെയ്യും. നീ ആള് കൊള്ളല്ലോടാ. സൈക്കിൾ ഓടിക്കാൻ ഗ്യാപ്പ് വന്ന നീ ബുള്ളറ്റ് കയറ്റുമല്ലോ. നമ്മൾ വന്ന് ബുള്ളറ്റിലല്ലേ? ഏയ്, എന്ത് തീറ്റയായത്? തടിച്ചു മത്തങ്ങ പോലുണ്ടല്ലോ. തീറ്റ കുറക്കി. എടി, വീട് മുഴുവൻ വെള്ളമായല്ലോ. എടി, നീ എന്താടി കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു? ഇത് മേടിക്ക്, പോയി ഉമ്മറത്ത് അലങ്കരിക്ക്. പോയി ചെയ്യ്. വീട് കാണാൻ ഉത്സവപ്പറമ്പ് പോലെ ഉണ്ടല്ലോ. എന്തെയ്യാ? ബിടെക് തേർഡ് ഇയർ. പോടാ. എന്നാ പോട്ടെ. ഇയാളെന്താ ഇവിടെ? അങ്കിളിന്റെ വീട്ടിൽ അങ്കിൾ അല്ലാതെ വേറെ ആരുണ്ടാവാനാ? അയാൾ തമിഴനല്ലടാ. നമ്മള് മലയാളികളല്ലേ? നിന്നോട് ആരാടാ പറഞ്ഞ തമിഴനാന്ന്? ഞാൻ മലയാളിയല്ലേ? രജനികാന്തിന്റെ ഫാൻ എന്നല്ല പറഞ്ഞേ. രജനി ഫാൻസ് ജപ്പാനിൽ വരെ ഉണ്ടോ? അതുകൊണ്ട് ഞാൻ ജപ്പാൻകാരനാവോ? തമിഴ്നാടാണെന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ കൊല്ലംകാരനാടാ. അപ്പൊ മലയാളിയല്ലേ? ഏയ്, തമാശ പറയരുത്. നീ ഞങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്തതല്ലേ? എടാ, എനിക്ക് ഇടിയെന്ന് വെച്ചാൽ വലിയ ഇഷ്ടം. അതുകൊണ്ട് ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യും. തമാശ കളിക്കണം. എന്റെ കളർ കണ്ടറിയില്ല ഞാൻ മലയാളിയാണെന്ന്. കളർ വെച്ച് എങ്ങനെയാടാ പറയുന്നത്? നിന്റെ കയ്യിൽ എല്ലാത്തിനും മറുപടി ഉണ്ട്. അയ്യോ അയ്യോ, നീ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണിന് സൈറ്റ് അടിക്കും ചെയ്തു. ഇപ്പൊ ഈ വിഷയം അയാൾ അറിഞ്ഞ നമ്മൾ രണ്ടുപേരും കൊല്ലും. ഞാൻ വിളിച്ചത് എം കാർത്തിക, എഴുന്നേറ്റ് നിന്നത് എൽ കാർത്തിക. കേശവേട്ടന്റെ മോള. ഈ നാട്ടിലെ തമിഴന്മാർക്കെല്ലാം അദ്ദേഹം നേതാവ്. അയാളുടെ മോളുടെ പേരും കാർത്തിക എന്നായിരുന്നല്ലേ? പണി പാളിയടാ. എസ്കേപ്പ്. അണ്ണാ പിടിച്ചു. മുത്തച്ഛന്റെ പിറന്നാളിന്റെ കലഹിക്കല്ലേ വേണ്ടത്, നരബലി കൊടുക്കണം. ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കണം. വെട്ടിയെടുക്കണം.
ലൈഫിലെ ഫസ്റ്റ് ടൈം ആച്ചാ ഹോം സിക്ക് ആവുന്നത്. ഹലോ, ആ എന്തൊക്കെയുണ്ട് മക്കളുടെ വിശേഷങ്ങള്? ലൈഫിലെ ഫസ്റ്റ് ടൈം ആച്ചാ ഹോം സിക്ക് ആവുന്നത്. ഹോം സിക്ക് ആയിരിക്കുന്നടാ. അവന് നല്ല മാറ്റമുണ്ട്. ആ പിള്ളേരോടും വീട്ടുകാരോടും അകത്തേക്ക് പോകാൻ പറ. നീ ഇങ്ങോട്ട് വാ. നിക്ക്, ശത്രുവാണെന്നറിഞ്ഞിട്ടും അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് നമുക്കറിയണോടാ. അവനായിട്ട് വന്നതല്ല, നിങ്ങളുടെ അടുത്തേക്ക് ഞാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഞാൻ മലയാളിയാണെന്നാ. നീ വലിയ ആളാണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ ആളാ. നിനക്കെന്നെ കൊടുക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനും അറിയാം. നൗ ഐ ആം സേഫ്. ചേട്ടാ, അവൻ തെലുങ്കനായാലും എന്താ കാര്യം? ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി. ഇതാരാ? ഏയ്, എന്ത് തീറ്റയത്? മത്തങ്ങ പോലുണ്ടല്ലോ, തീറ്റ കുറയ്ക്കേ. പെട്ടുപോയല്ലോ. അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ രണ്ടിനെ കൊന്നു തള്ളടാ. ഏയ്, കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. വെള്ളത്തിൽ മുട്ടിക്കട്ടെ. എടാ മണ്ടന്മാരെ, ഇപ്പൊ ബോൾ എന്റെ കോട്ടിലാടാ ഉള്ളത്. കളിക്കല്ലേ, കറണ്ട് അടിപ്പിക്കും ഞാൻ. പണി പാളിയോ? ഇവന്മാർ ഇമോഷണലായോണ്ട് കറണ്ട് പോയത് അറിഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യ? നിങ്ങള് അരിവാളൊക്കെ വലിച്ചെറിഞ്ഞൊന്ന് കാമായിക്കേ, ഞങ്ങളും കാമാവാം. കത്തി താഴെ ഇടറോ, ഇട് ഇടറോ. മുത്തച്ഛന്റെ കത്തിയാടാ. മുത്തശ്ശനല്ലല്ലോ. എന്താ അവർക്ക് മാത്രമേ ജീവനുള്ളൂ, നമുക്ക് ജീവനല്ലേ? വെക്കടാ, വെച്ച് കാണിക്കേ. മിണ്ടാതിരിയടാ. ഏയ്, എന്തിനാണ് ക്ഷമിക്കുന്നത്? നിനക്ക് പറ്റില്ലൊക്കെ പറ, ഞാൻ കറണ്ട് അടുപ്പിച്ച് കാണിച്ചു തരാം. മനസ്സിലായോ? ബൈക്കിന്റെ കീതാടാ. ഇതാ എന്നാടാ, ഇത് നീ വെച്ചോ. നിനക്ക് ഇഷ്ടമുള്ളത് നീ കാണിച്ചോ, ഞാൻ പോവാ. ഇപ്പൊ എന്നോട് പറ ബോയ്സ്, വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു. കറണ്ട് അടിപ്പിക്കട്ടെ? കറണ്ട് അടിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ കറണ്ട് അടിപ്പിക്കും. കറക്റ്റ് ആയിട്ട് TV കാണാൻ നേരത്ത് കറണ്ട് പോയല്ലോ. നീ പിന്നെയും വന്നോടാ. കൊന്നുകളയടാ. നിൽക്കാനാ പറഞ്ഞത്.